ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നേതാക്കളുടെ പ്രസ്താവനകളും അവകാശവാദങ്ങളും കൂടി വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ നേതാക്കൾ തങ്ങളുടെ പ്രധാനമന്ത്രി മോദി തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ വെല്ലുവിളിക്കുകയാണ് BJP നേതാക്കൾ. BJPയുടെ ഈ വെല്ലുവിളിക്ക് മറുപടി നൽകിയത് ഉദ്ധവ് താക്കറെയാണ്. ശിവസേന തലവനും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ BJPയുടെ ഈ ചോദ്യങ്ങളിൽ വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും, പക്ഷേ സഖ്യത്തിനുള്ളിൽ ഒരു പേര് അത് ഏകകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്. എന്നാൽ ആ പേര് ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം പ്രഖ്യാപിക്കും. കാരണം ഇന്ത്യയുടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. നിരവധി നേതാക്കളും മുദ്രാവാക്യങ്ങളുമുള്ള ഇന്ത്യ സഖ്യം പിളർന്ന വീടാണ് എന്നതാണ് മോദി പറഞ്ഞത്. മാത്രമല്ല, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരസ്പരം മത്സരമുണ്ട്. ഇന്ത്യ ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ചാലും 5 വർഷത്തിനുള്ളിൽ 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും മോദി ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് ഉദ്ധവ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. മോദിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഉദ്ധവ് താക്കറെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി സ്ഥാനത്തിന് നിരവധി മുഖങ്ങളുണ്ടെന്ന് മോദിയും അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പോസ്റ്റിനായി BJPക്ക് ചിന്തിക്കാൻ മറ്റൊരു മുഖമില്ല. അവർക്കൊരു മുഖം മാത്രമേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ പോകുകയാണെന്ന് പ്രധാനമന്ത്രിയും ഇപ്പോൾ അംഗീകരിച്ചു തുടങ്ങിയതാണ് ഉദ്ധവ് പറയുന്നത്. അരുണാചൽ പ്രദേശിലെയും ലഡാക്കിലെയും ചൈനയുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് BJP ഉത്തരം പറയുന്നില്ല എന്നും, പുൽവാമ ആക്രമണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ BJP നേതാവായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം നൽകുന്നതിന് പകരം BJP തങ്ങളെ നാണം കെട്ട രീതിയിൽ ആക്രമിക്കുകയാണെന്നുള്ള കാര്യവും ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നുണ്ട്.